ഇരിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ ഇതൊരു ടേണിംഗ് പോയിന്റ് ആണ് ആ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിനകത്ത്. क्योंकि ये 10वीं और 12वीं के बाद उनके लिए एक जो है समय है जहाँ पे उनके एक बदलाव का समय होता है ये समय। ഇപ്പൊ എടുക്കുന്ന തീരുമാനമാണ് നിങ്ങളുടെ ഭാവിയെ നിശ്ചയിക്കുന്നത്. अभी जो अगर हम निर्णय लेते हैं, वही आपके भविष्य को बनाता है। അപ്പോൾ ഇപ്പം നമ്മൾ വിതയ്ക്കുന്ന വിത്താണ് ഒരു 25 വർഷം കഴിയുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന നന്മയും തിന്മയും. अभी जो हम करते हैं निर्णय जो है उसके अनुसार हमें भविष्य में जो मिलेगा, भला या बुराई। അപ്പൊ നമ്മള് കുഞ്ഞുങ്ങൾ അറിയാതൊരു റോങ് ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഭാവിയിൽ വളരെ ബുദ്ധിമുട്ടുണ്ടാവും. क्योंकि हमारे बच्चे अगर एक गलत निर्णय लेते हैं तो उनके भविष्य में उनको मुश्किल होगा। അപ്പൊ അതിനെ പറഞ്ഞ് മനസ്സിലാക്കി ഗൈഡ് ചെയ്യേണ്ടത് സ്വന്തം പേരൻസ് ആണ്. इसीलिए उसको बोलकर समझाने के लिए जो है वो उनके माता पिता ही कर सकते हैं। പാസ്റ്റർമാർക്കും അതായത് ശുശ്രൂഷയിൽ നിൽക്കുന്ന ലീഡേഴ്സിന് അവർക്കും അതിനകത്തൊരു പങ്കുണ്ട്. तो पासवान जो होते हैं और सेवकाई करते हैं जो मुख्य है, उनको भी इसमें एक हाथ है। കുഞ്ഞുങ്ങളെ എങ്ങനെ ഗൈഡ് ചെയ്യണമെന്ന് അറിയാത്ത പാസ്റ്റേഴ്സ് ഉണ്ട്. बच्चों कैसे अगुवाई करना नहीं पता, ऐसे पासवान है। കുഞ്ഞുങ്ങളെ എങ്ങനെ ഗൈഡ് എന്ന് അറിയാത്ത പേരൻസ് ഉണ്ട്. बच्चों कैसे अगुवाई करना है वो नहीं पता हुआ माता पिता है। നമ്മൾ പറയുന്ന എല്ലാം കുഞ്ഞുങ്ങൾ കേട്ട് അനുസരിച്ച് പോകണം നിർബന്ധമൊന്നുമില്ല. हम जो बोलते हैं सभी बातें वो बच्चे सुनना और जाना करके जरूरी नहीं है। പക്ഷെ അവരെ നമ്മൾ അവയർനെസ് അവരെ ബോധവൽക്കരിക്കേണ്ട നമ്മുടെ ആവശ്യമാണ്. परंतु उन्हें हम बताना, उनको उसके बारे में जो है समझाना बहुत जरूरी है। ഇന്ന് നമ്മൾ എടുക്കുന്ന തീരുമാനമാണ് നമ്മുടെ ഭാവിയെ മൊത്തം കൺട്രോൾ ചെയ്യുന്നത്. वैसे ही हम जो आज निर्णय लेते हैं वही हमारे भविष्य को जो है बनाता है। ഒരു തീരുമാനമെടുത്ത് ഒരു ലെവലിൽ ചെന്നിട്ട് ഒരു മിഡിൽ ടൈം ആകുമ്പോൾ നമ്മൾ ചിന്തിക്കുക, എനിക്ക് ഈ പ്രൊഫഷൻ അല്ലായിരുന്നു വേണ്ടത്, ഇങ്ങനെയല്ലായിരുന്നു പോകേണ്ടതെന്ന് ചിന്തിച്ചാൽ പിന്നീട് ഒരു ട്രെയിനിങ് വരാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. वो एक अवसर लेते हैं, एक जो है चीज को निर्णय लेते हैं और उसके बाद आधे में आने के बाद या आगे जाने के बाद ओ ये नहीं करना है, ये मुझे बदलना है, ऐसा नहीं होना चाहिए। നമ്മുടെ എനർജി, ഫൈനാൻസ്, ടൈം ഒരുപാട് യൂസ്ലെസ് ആയി പോകും. हमारा जो मेहनत और हमारा जो समय और हमारा जो आर्थिक है, सभी फिर जो है कुछ काम का नहीं होता है। നമ്മൾ ബൈബിളിലൂടെ തന്നെ നമുക്ക് അതിനെക്കുറിച്ച് പല കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട്. बाइबल में ही इसके बारे में कई बातें हम सोच सकते हैं। എങ്കിലും ഞാൻ നിങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. लेकिन फिर भी मैं आप लोगों को समझने की कोशिश कर रहा हूँ। നോക്കുക, രൂത്തിന്റെ പുസ്തകം വായിക്കുമ്പോൾ अगर हम रूत का किताब पढ़ते हैं, 1-ാം അധ്യായം 16-ാം വാക്യം, उसका 1 का हम अगर 16 आयत पढ़ते हैं तो രൂത്ത് അമ്മായിയമ്മയായ നവോമിയോട് പറയുന്നൊരു കാര്യമുണ്ട്. रूत जो है अपने सास जो नवोमी से एक बात कहती है, നിന്റെ ദൈവം എന്റെ ദൈവം. तुम्हारा परमेश्वर मेरा परमेश्वर है। അത് അവളുടേതായ ഒരു ഡിസിഷൻ ആയിരുന്നു. वो उसका खुद का एक निर्णय था। അവൾക്ക് ഫ്രീ വിൽ ഉണ്ടായിരുന്നു, ഫ്രീഡം ഉണ്ടായിരുന്നു. നവോമി പറഞ്ഞു, നിങ്ങൾ തിരിച്ചു പൊയ്ക്കോ എന്ന് ഓർപ്പയോടും രൂത്തിനോടും പറയുമ്പോൾ ഓർപ്പ വളരെ ദുഃഖത്തോടെ കരഞ്ഞ് മറ്റ് നിവൃത്തിയൊന്നുമില്ലാതെ അവള് തിരിച്ചു പോകുന്ന കാണാൻ സാധിക്കുന്നത്. वहां पे एक स्वतंत्रता या फिर एक आजादी हम देख सकते हैं, क्योंकि वहां पे वो बोलते हैं कि अभी तुम चले जाओ बोलने के समय औरपा जो है वो एकदम दुखित होके और कुछ अवसर नहीं है, जाना ही होगा, ऐसे बोल के जाती है। അവള് വളരെ സന്തോഷത്തോടെ അമ്മായിയമ്മയെ വിട്ടുകിട്ടിയ സന്തോഷം പറഞ്ഞു പോകുകയല്ല, അവള് വളരെ ദുഃഖത്തോടെയും കരഞ്ഞ് നിലവിളിച്ചാ പോകുന്നത്. अपने सासू माँ को छोड़ के जाने मिल रहा है एकदम खुशी की बात है करके नहीं, बल्कि एकदम दुख में होके वो जाती है। അവൾക്ക് ഇഷ്ടമുണ്ടായിട്ട് പോലെ there is no any other way, അവൾക്ക് വേറൊരു വഴിയില്ല. उनको जो है और कोई अवसर नहीं है, मतलब और कोई कुछ बात ही नहीं, जाना ही पड़ेगा। രൂത്തിന്റെ മുൻപിലും അങ്ങനെയാണ് സിറ്റുവേഷൻ. रूथ के जो है मन में भी ऐसे ही था स्थिति। പക്ഷെ രൂത്ത് ഒരു വൈസ് ഡിസിഷൻ എടുക്കുകയാണ്. അമ്മായിയമ്മയുടെ കൂടെ നിൽക്കുക, അമ്മായിയമ്മ പോകുന്ന പോലെ പോവുക, അമ്മായിയമ്മയുടെ ദൈവം എന്റെ ദൈവം എന്നൊരു തീരുമാനം എടുക്കുമ്പോൾ അവൾ രണ്ടുപേരുടെയും ജീവിതത്തിന്റെ വഴി രണ്ട് നിലയിൽ തിരിയുകയാണ്. परंतु वहां पर रूथ जो है एक अवसर लेती है कि मेरा मेरे सासू का परमेश्वर मेरा परमेश्वर है, वो जो करती है वैसे मैं भी करूंगी, ऐसे करके वहां पे एक निर्णय लेती है। ഇവിടെ ആരും എവിടെ ഒരു മിഡിൽ മാനെ കാണാൻ സാധിക്കുന്നത്. രൂത്തിനെ ഗുണദോഷിക്കുന്നില്ല, ഓർഫയെ കൗൺസിൽ ചെയ്യുന്നില്ല. അവരുടേതായ ഒരു തീരുമാനം അവരെടുക്കുന്നത്.
तो वहां पे हम देखते हैं उनको कोई भी वहां पे काउंसलिंग या फिर उनको बता रहे नहीं है कि तुम क्या लो क्या चुनो करके, उनको वहां पे आजादी है क्या उनको चुनना है। അവര് അപ്പോൾ എടുത്ത തീരുമാനം അവരെ രണ്ടുപേരെയും രണ്ട് വഴിയിലൂടെ നയിക്കപ്പെടുവാനിടയായി. उन्होंने तभी लिया हुआ जो निर्णय है वो उनको दो तरीके का जो है राह में चलने के लिए दिया। റൂത്തിനെ നവോമിയെ വിട്ടുപോയ ഓർഫയെ കുറിച്ച് പിന്നീട് ചരിത്രത്തിൽ എങ്ങും കാണാൻ സാധിക്കുന്നില്ല. जो है वो औरपा जो छोड़ के चले गए नवमी को, उसके बाद से उसके बारे में कहीं हम नहीं देखते हैं। അത് അവളുടേതായ തീരുമാനമായിരുന്നു, നമുക്കതിൽ യാതൊരു അഭിപ്രായവുമില്ല. वो उसी का निर्णय था तो उसमें हम कोई अभिप्राय नहीं बोल सकते हैं। എന്നാൽ റൂത്ത് എടുത്ത തീരുമാനം, പ്രൈസ് ലോർഡ്, പിന്നീട് അവിടെ ചരിത്രം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. लेकिन वहां पे जो रूथ ने जो लिया हुआ निर्णय है वहां पे हम देखते हैं इतिहास में कि वो उसके बारे में और बताया जा रहा है। റൂത്ത് എടുത്ത തീരുമാനം പിന്നെ ചരിത്രം സൃഷ്ടിക്കുക, നമ്മൾ എടുക്കുന്ന ചില തീരുമാനങ്ങൾ ചരിത്രം സൃഷ്ടിക്കുന്നത് ആക്കി തീർക്കുവാൻ സാധിക്കും. तो वहां पे हम देखते हैं रूथ ने जो निर्णय लिया उससे इतिहास बना। मतलब क्या है, हम जब कुछ निर्णय लेते हैं उसे इतिहास तक बन सकता है। മുന്നോട്ട് എന്താണെന്നൊന്ന്, എന്ത് സംഭവിക്കാൻ പോകുന്നു എന്ന് രൂത്തിനൊന്നും അറിഞ്ഞുകൂടാ. അവൾക്ക് അമ്മായിയമ്മയുടെ നേറ്റീവ് പ്ലേസോ അല്ലെങ്കിൽ ലാംഗ്വേജോ അവരുടെ ജാതിയെക്കുറിച്ചോ ഒന്നും വലിയ അറിവൊന്നുമില്ല. പക്ഷെ അവളൊരു തീരുമാനം എടുക്കുക. അമ്മായിയമ്മയോട് പറയുക, നിന്റെ ദൈവമാണ് എൻ്റെ ദൈവം, പ്രൈസ്, നിന്റെ ജനമാണ് എൻ്റെ ജനം എന്ന് പറഞ്ഞ് അവൾ അങ്ങ് തീരുമാനം എടുക്കുക. तो वहां पर उसने जो है रूथ जो है एक निर्णय लेती है कि हाँ तुम्हारा परमेश्वर है मेरा परमेश्वर, तुम वहां जहाँ जाओगे वहां जाओगे करके रूथ अपने सासू माँ के साथ होके जा रही है, निर्णय ले रही है। ആ തീരുമാനം അവളുടെ ജീവിതത്തിന്റെ ചരിത്രം മാറ്റിമറിച്ചു. और ऐसा जो निर्णय लिया है वो उसके जीवन में ही एक बदलाव लाता है। നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ എടുക്കുന്ന തീരുമാനമാണ് നമ്മുടെ ജീവിതത്തിന്റെ ഹിസ്റ്ററി സൃഷ്ടിക്കപ്പെടുന്നത്. हमारे बच्चे जो है वे लोग अपनी जिंदगी में लेते जो निर्णय है उसी के अनुसार हमारा जो इतिहास या उनका इतिहास बनता है। അതാണ് പ്രൈസ് ലോർഡ് പറയുന്നത്, നീ നിന്റെ യൗവനത്തിൽ നിന്റെ സൃഷ്ടാവിനെ നീ ഓർക്ക്. इसीलिए वहां बोला है कि तू तेरे जवानी में तेरे सृष्टिकर्ता को तुम ढूंढ। ഒരു ഡിസിഷൻ എടുത്തതിന് ശേഷം പിന്നെ അതിനെ യൂറ്റേൺ വരിക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് സോ ഡിഫിക്കൽട്ടി. വി വേസ്റ്റ് അവർ എനർജി, ടൈം, ഫൈനാൻസ് ആൻഡ് എവരിതിങ്. तो वहां पे हम एक निर्णय लेने के बाद अगर हम उसे एक बदलाव करते हैं या बदलना चाहते हैं वहां पर हम सब कुछ खो रहे हैं। मतलब हमारा समय, हमारा जो हमने मेहनत रखा, आर्थिक सभी कुछ एक कुछ लाभ नहीं हो रहा है। ചിലപ്പോൾ അതൊരു പോസിബിളായ തീരുമാനം, പോസിബിളായി വരത്തില്ല വേറൊരു തീരുമാനം എടുക്കാൻ. हो सकता है उस समय फिर दूसरा एक निर्णय लेने के लिए होना संभव होना जरूरी नहीं है। നമുക്കറിയാം രൂത്തിന്റെ ചരിത്രം, പിന്നെ എന്താണ് രൂത്തിന് സംഭവിക്കുന്നതെന്ന്. हमको पता है रूथ का जो उसमें वाकई आगे जाके क्या होता है करके। അവളൊരു തീരുമാനം എടുത്തത് കൊണ്ട് അവൾ ഹിസ്റ്ററിയുടെ ഭാഗമാകുന്നില്ല, പിന്നെയോ അവൾ രാപകൽ അധ്വാനിക്കുന്നവളായിരുന്നു. तो वो जो है एक निर्णय लिया वो ही नहीं, वो दिन रात मेहनत करती थी। ആ തീരുമാനം എടുത്തു എന്ന് പറഞ്ഞ് നമ്മൾ വെറുതെ ഇരുന്നാൽ നമുക്കൊന്നും നേടുവാൻ സാധിക്കത്തില്ല. പിന്നെയോ അതിന്റെ വഴികളിലൂടെ നാം സാക്രിഫൈസ് ചെയ്ത് കഷ്ടപ്പെട്ട് അധ്വാനിക്കണം. तो मतलब मैंने निर्णय लिया ये बोल के मैं ऐसे बैठ नहीं सकती हूँ। निर्णय लेने के बाद अगर मैं उसके लिए काम करके उसके लिए जो कुछ भी है उतना अपना समय देकर करूंगी तो ही कुछ होगा। അപ്പൊ നിങ്ങളുടെ പ്രവർത്തിക്കുള്ള പ്രതിഫലം ദൈവം തരും. तो आपके काम के अनुसार प्रतिफल परमेश्वर देंगे। രൂത്തിന്റെ പുസ്തകം 2-ാം അധ്യായം 12-ാം വാക്യം പറയുന്നു, നിന്റെ പ്രവർത്തിക്ക് യഹോവ പകരം നൽകട്ടെ. रूथ का 2 का 12 में कहता है कि तुम्हारे काम के अनुसार यहोवा तुम्हें दे। അപ്പൊ നമ്മുടെ പ്രവർത്തിക്കുന്നത് ഏത് തരത്തിൽ, ഏത് നേച്ചറാണ്, ഏത് തരത്തിലുള്ള പ്രവൃത്തിയാണ് ചെയ്യുന്നത്, അതിന് തക്ക പ്രതിഫലമാണ് നമുക്ക് ദൈവം തരും. तो तुम किस प्रकार का जो कर रहे हो उसके अनुसार ही तुम्हें प्रतिफल परमेश्वर देते हैं। പ്രൈസ് ലോർഡ്. എൻ്റെ മകന് ജിമ്മിനെ എഞ്ചിനീയറിംഗ് കോളേജിൽ അഡ്മിറ്റ് ചെയ്യാൻ ചെന്നപ്പോൾ അവിടെ ഓറിയന്റേഷനിൽ അതിന്റെ ചെയർമാൻ പറഞ്ഞൊരു വാക്കുണ്ട്.
तो जो है मेरा बेटा जब भी मतलब पास्टर जी के बेटा जब भी जिम जो है जिम ब्रदर जब भी वो इंजीनियरिंग में जाने के समय वहां पे ओरिएंटेशन में उनको एक बात कहा गया था। അദ്ദേഹം പറയാണ്, ആ, അദ്ദേഹം ഒരു സിന്ധിയായ മനുഷ്യനാണ്. അദ്ദേഹം പറയാണ്, നിങ്ങളുടെ മുൻപിൽ 4 വർഷമുണ്ട്. वे जो एक सिंधी है और वो व्यक्ति कह रहे थे कि तुम्हारे सामने अभी 4 साल है। ഈ 4 വർഷം നിങ്ങൾ എൻജോയ് ചെയ്താൽ നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ നിങ്ങൾ സഫർ ചെയ്യും. ये 4 साल अगर तुम जो है एंजॉय करोगे या उसको वैसे ही हम करेंगे तो तुम बाकी के जो है तुम रोओगे। ഈ 4 വർഷം നിങ്ങൾ സഫർ ചെയ്ത് പഠിച്ചാൽ നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാം. परंतु अगर ये 4 जो है साल अगर तुम बहुत मेहनत करके पढ़ोगे तो आगे जाके तुम उसको खुशी से रह सकते हो। അപ്പോൾ നമ്മൾ ഒരു ഡിസിഷൻ എടുത്തു എന്ന് വിചാരിച്ച് നമുക്ക് അതിന്റെ ഫലം കാണുന്നില്ല. എന്നാൽ പ്രൈസലോ എടുത്ത ഡിസിഷനിലൂടെ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ ദൈവം അതിന്റെ പ്രതിഫലം തരും. तो निर्णय लेके रखने समय कुछ वहां पे नहीं होता है लेकिन तुम उसमें मेहनत करते हो तो ही कुछ होगा। അപ്പൊ രൂത്തിന്റെ ഡിസിഷൻ രൂത്തിന്റെ ജീവിതത്തിന്റെ ചരിത്രം മാറ്റിമറിച്ചു. तो रूथ का जो निर्णय है वो रूथ के जो है जीवन में ही एक बदलाव लाया। ആ, ദാവീദ് എടുത്ത തീരുമാനം തന്റെ ജീവിതത്തിന്റെ ചരിത്രം മാറ്റിമറിച്ചു. तो दाऊद जो लिया हुआ जो है वो उसके जीवन में ही जीवन को ही बदल दिया। ഗോല്യാത്തിന്റെ ആ, വെല്ലുവിളി കേൾക്കുമ്പോൾ ശൗലും പട്ടാളക്കാരും ഒന്നും ചെയ്യാൻ സാധിക്കാതിരിക്കുമ്പോൾ ദാവീദ് ധൈര്യമായി മുന്നോട്ട് ഇറങ്ങുന്നത് അവന്റെ ജീവിതത്തിന്റെ ചരിത്രത്തെ മാറ്റിമറിക്കുവാനിടയായി. जब गोलियात ऐसे उनको चुनौती देने के समय दाविद जो खुद से निर्णय लेके जाता है वो उसके जीवन में एक बड़ा बदलाव लाता है। അനേക ചുങ്കം പിരിക്കുന്നവരുണ്ടായിരുന്നു. പക്ഷെ സക്കായി ഒരു തീരുമാനം എടുത്തു, എനിക്ക് യേശുവിനെ ഒന്ന് കാണണം. तो बहुत चुंगी लेने वाले लोग थे लेकिन जक्काई ने जो है निर्णय लिया कि मुझे यीशु को देखना है। ആ സക്കായുടെ ആ തീരുമാനം അവന്റെ കുടുംബത്തിന്റെ ചരിത്രം തിരുത്തി എഴുതി. तो जक्काई का वो जो निर्णय है वही उसकी जिंदगी को बदल दिया है। നിങ്ങൾ എന്ത് തീരുമാനമെടുക്കുന്നോ ആ തീരുമാനം നിങ്ങളുടെ ജീവിതത്തിന്റെ ചരിത്രത്തെ ദൈവം മാറ്റിമറിക്കും. तुम जो कुछ भी निर्णय लेते हैं वो तुम्हारे जीवन को बदलता है। പ്രൈസലോ, എല്ലാ ചുങ്കക്കാരെയും പോലെ അവനെ ചുങ്കം പിരിച്ചുകൊണ്ട് ഇരിക്കാമായിരുന്നു. യേശു അവന്റെ വഴിയെ പോകട്ടെ എന്ന് ചിന്തിക്കാമായിരുന്നു. പക്ഷെ അവനൊരു ഡിസിഷൻ, ഒരു സ്പെഷ്യൽ ഡിസിഷൻ അവന്റെ ജീവിതത്തിനകത്ത് എടുക്കുക. तो सभी चुंगी लेने वाले जो है वो लोग कर रहे तो वो भी वैसे करके एक अलग निर्णय ले सकता था लेकिन परंतु फिर भी उसने ऐसा निर्णय लिया जिसकी वजह से उसका जीवन बदल गया। പ്രൈസലോട് യേശു ഇതാ 3 ദിവസം ഗിരിപ്രഭാഷണം നടത്തുന്ന നമുക്ക് കാണാനായിട്ട് മലമേൽ സംസാരിക്കുന്നു. तो वहां पे हम देखते हैं कि यीशु मसीह जो है वहां पे बात करने के समय उस पर्वत पे बात कर रहे हैं। അത് കഴിഞ്ഞപ്പോൾ യേശുവിനെ ജനത്തെ കണ്ടിട്ട് അവരുടെ മനസ്സലിവ് തോന്നി. और वहां पे हम देखते हैं कि यीशु मसीह उनको देखने के बाद वहां पे उनको जो है उनको मन में थोड़ा बदलाव आया। യേശുവിന് ഒരു ആഗ്രഹം, ഇവരെ വെറുതെ വിടരുത്, എന്തെങ്കിലും ആഹാരം കൊടുത്തു വിടണം. यीशु मसीह को एक जो है इच्छा हुआ कि उनको ऐसे नहीं भेजना है उनको खाना देना है करके। ശിഷ്യന്മാര് പോലും പറഞ്ഞു, യേശുവിന്റെ തീരുമാനം അത്ര ശരിയായില്ല. നമ്മൾ എവിടെ പോയി ഇത്രയും പേർക്ക്, 5000 പുരുഷന്മാർക്ക്, അവരുടെ സ്ത്രീകള് കുഞ്ഞുങ്ങൾ എല്ലാവർക്കും വേണ്ടി എവിടുന്ന് ആഹാരം ഉണ്ടാക്കുമെന്ന് ശിഷ്യന്മാര് പോലും ചിന്തിച്ചു. तो बोलते हैं कि कहाँ से शिष्य भी सोचते हैं कहाँ से हम लोग लेके आएंगे कैसे हम करेंगे करके। എന്നാൽ അവിടെ ഉണ്ടായിരുന്ന ഒരു കൊച്ചു ബാലൻ, അവന്റെ കയ്യിൽ ഉണ്ടായിരുന്ന 5 അപ്പവും 2 മീനും ആ സംഭവത്തിന് ഒരു പുതുമ സൃഷ്ടിച്ച് ഒരു ചരിത്രം സൃഷ്ടിക്കാനും ഇന്നും നമ്മൾ വായിക്കുകയും പഠിക്കുകയും പ്രാർത്ഥിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്നു. मतलब हम देखते हैं वहां पर एक बच्चा जो है वो रोटी और मछली लेके आना और उनको उपयोग करना और वहां पे हम अभी उसका बदलाव उसके बाद जो हुआ है इसकी वजह से अभी हम पढ़ सकते हैं जान सकते हैं ये सब। ആ ബാലന് പറയാമായിരുന്നു, ഇതെന്റെ അമ്മ എനിക്ക് മാത്രമായിട്ട് തന്നു വിട്ടതാണ്, യാതൊരു കാരണവശാലും ഞാൻ തരത്തില്ല എന്ന് ആ ബാലന് പറയാമായിരുന്നു. वो बच्चा बोल सकता था कि ये जो मेरे माता ने मुझे किया है ये मैं खुद से मैं खाने के लिए है करके वो वहां पे कह सकता था। ഇത് തന്നു കഴിഞ്ഞാല് ഈ ഇത്രയും പേർക്ക് എന്ത് ചെയ്യാനാ? കുറഞ്ഞ പക്ഷം ഞാൻ കഴിച്ച എന്റെ വയറെങ്കിലും നിറയുമല്ലോ, എന്റെ കാര്യം നടക്കുമല്ലോ. तो अगर मैं जो खाऊंगा कम ये सभी लोगों को मैं कैसे दे सकता हूँ अगर मैं खाऊंगा मेरा तो पेट भरेगा करके वो ऐसे बोल सकता था।
എന്നാൽ ആ ബാലന്റെ തീരുമാനം ചരിത്രം സൃഷ്ടിക്കുന്ന ഒരു സംഭവമാക്കി മാറ്റി. परंतु वो जो बच्चे ने जो किया है उसके वजह से इतिहास वहां पर हुआ। നമ്മളൊക്കെ നമ്മുടെ കയ്യിലുള്ള നമ്മുടെ ചെറിയ ചെറിയ കാര്യങ്ങളെ ഓർത്ത് എന്നെ എന്തോന് ചെയ്യാൻ കൊള്ളും, എന്നെ കൊണ്ട് എന്ത് പറ്റും, എനിക്ക് കഴിവില്ലല്ലോ, എൻ്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ ഉള്ളത് യേശുവിന്റെ കരങ്ങളിൽ കൊടുത്താൽ നിങ്ങളുടെ ജീവിതത്തിന്റെ ചരിത്രം മാറി മറിയും. तो हमारे पास कुछ नहीं है, हम क्या कर सकते हैं आगे, कुछ नहीं है करके अब बोलने के समय, ऐसे करने के समय ही अगर आप परमेश्वर को देते हो, परमेश्वर तुम्हारे जीवन में बदलाव लाते हैं। പൗലോസും പറയുന്നത് നിങ്ങൾ ഇല്ലായ്മയിൽ നിന്ന് ഉള്ളത് സന്തോഷത്തോടെ കൊടുക്കുമ്പോൾ ദൈവം അതിൽ പ്രസാദിക്കുന്നു. पौलुस कहता है कि जो तुम्हारे पास नहीं है उसमें से अगर तुम देते हो तो तुम खुश रहोगे। അപ്പൊ ഈ കൊച്ചുകുട്ടിയുടെ 5 അപ്പം 2 മീനും കൊണ്ട് അത് ദൈവസന്നിധി കൊടുക്കാനെടുത്ത തീരുമാനം, പ്രൈസ് ലോർഡ്, ആ സംഭവത്തിന് തീ കൊളുത്തുവാനിടയായി. तो हम देखते हैं वहां पर इस बच्चे ने लिया हुआ जो निर्णय है उसके अनुसार हम देख सकते हैं वहां पर एक बदलाव या फिर एक काम हुआ है। നമ്മൾ ഇൻഫ്യൂരിറ്റി കോംപ്ലക്സില് എനിക്കൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞിരിക്കുന്നവരെ അല്ല ദൈവത്തിന് ആവശ്യം. ഉള്ളതിനെ ഉള്ളതുപോലെ ദൈവസ്ഥാനിൽ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തെ ദൈവം മാറ്റിമറിക്കും. तो वहां पर जो है हमारे पास कुछ नहीं है ऐसे बोल के बैठने के बजाय अगर तुम जो है उसको देते हो तो तुम्हारे जीवन को बदलने के लिए परमेश्वर कर सकते हैं। ഇന്നെന്റെ സംസാരത്തിന്റെ തീം എന്താന്ന് ചോദിച്ചാൽ, പ്രൈസ് ലോർഡ്, നിങ്ങളുടെ തീരുമാനം എന്ന വിഷയമാണ്. ഡിസിഷൻ എന്നുള്ള തീരുമാനമാണ്. तो हम देखते हैं आज जो है बोलने का विषय ये है कि तुम्हारे जिंदगी में तुम लेते हुए निर्णय। ഇതാ യേശു, പ്രൈസ് ലോർഡ്, കുറേനക്കാരനായ ശിമോന്റെ അടുത്ത് വന്നിരിക്കുമ്പോൾ, പ്രൈസ് ലോർഡ്, ഒരു സ്ത്രീ വന്നിട്ട് വിലേറിയ തൈലത്തിന്റെ കുടം പൊട്ടിച്ച് അവന്റെ കാലിനെ കഴുകുന്നു. तो वहां पे हम देखते हैं शिमोन पत्र जो है वहां पे आने के समय कुरैना शिमोन के वहां पे आने के समय यीशु मसीह बैठने समय वो उनके पैरों में तेल जो है लगा सुगंध लगाकर वो धो रही है। അവള് എല്ലാവരും ചെയ്യുന്ന പോലെ അവൾ അകത്ത് വന്ന് നമസ്കരിച്ച് യേശുവിനോട് പ്രാർത്ഥിച്ച് ക്ഷമ ചോദിച്ചാൽ പോയാൽ മതിയായിരുന്നു. तो वो वहां पे जैसे सब लोग हैं उसी प्रकार वो भी यीशु मसीह से बात करके क्षमाई करके जा सकती थी। അവളോട് ആര് പറഞ്ഞു ഈ വിലയേറിയ തൈലം കൊണ്ട് യേശുവിന്റെ കാലിൽ ഒഴിക്കാൻ? उसे किसने बोला कि इतना जो है महंगा सुगंध आके वो पैर में डालने के लिए? ഇറ്റ് ഈസ് ഹെർ ഓൺ ഡിസിഷൻ. അവളുടെ സ്വന്തം ഡിസിഷൻ ആണത്. वो उनका खुद का ही निर्णय है। അതുമൂലം എന്ത് സംഭവിച്ചു? तो उससे क्या होता है? ദൈവം യേശു അവളിൽ പ്രസാദിക്കുന്നത് കാണാൻ സാധിക്കുന്നു. परमेश्वर उसमें प्रसन्न उस पर प्रसन्न होते हुए हम देख सकते हैं। മറ്റുള്ളവരെല്ലാം മൂക്കത്ത് വിരൽ വെച്ച് കുറ്റം പറഞ്ഞു. बाकी सभी लोग जो है वहां पर जो है रह के उन लोग ने गलतियां बोला। ഇതിന്റെ ആവശ്യമൊന്നുമില്ലായിരുന്നു, നമുക്ക് വീട്ടിൽ റേഷൻ വാങ്ങിക്കാൻ പൈസ ഇല്ലാത്തപ്പോഴാണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ओ इसकी जरूरत नहीं है, हमारे घर में रेशन लेने के लिए पैसा नहीं है तभी तुम ये सब कर रहे हो। ഇതുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി എന്തെല്ലാം സഹായം ചെയ്യാൻ പറ്റുമായിരുന്നു. इससे बाकियों को क्या कुछ कर सकते थे। 10 പേർക്ക് വീട്ടിൽ റേഷൻ വാങ്ങിക്കാൻ പൈസ കൊടുക്കാമായിരുന്നു. जो है बच्चों को जो है दूसरे घर में उन लोग को जो है रेशन दे सकते थे इस पैसे കുറെ से। കുട്ടികൾക്ക് പുസ്തകം വാങ്ങിക്കാൻ പൈസ കൊടുക്കാമായിരുന്നു. अब बच्चों को जो है पुस्तक लेने के लिए पैसे दे सकते थे। 2-3 മോട്ടോർ ബൈക്ക് വാങ്ങിച്ചു കൊടുക്കാമായിരുന്നു. 2-3 मोटर बाइक लेके लाके दे सकते थे। ഇങ്ങനെ അനവധിയായ കമന്റ്സ് പറയുമായിരുന്നു. ऐसे बहुत सारे वे लोग ऐसा बोल रहे थे। പക്ഷെ അവളുടെ ഡിസിഷനാണ് എനിക്കുള്ള വിലയേറിയ ഈ വസ്തു യേശുവിന് വേണ്ടി സമർപ്പിക്കുക എന്നുള്ളത്. परंतु वहां पे जो डिसीजन लिया है कि मेरा ये जो है मैं यीशु मसीह को देने वाला हूँ करके। നമുക്കുള്ള വിലയേറിയ വസ്തു നാം യേശുവിന് സമർപ്പിക്കുന്നുണ്ടോ? क्या हमारे जो कीमती काम जो है वो हम यीशु मसीह को देते हैं? ഉണ്ടെങ്കിൽ അതിന് തക്കതായ രൂത്തിനോട് പറഞ്ഞു, നിന്റെ പ്രവർത്തിക്ക് യഹോവ പകരം നൽകും. तो बोले हैं रूत को तुम्हारे काम के अनुसार तुम्हें देंगे करके। ദൈവത്തെ കളിപ്പിക്കാൻ ആർക്കും പറ്റത്തില്ല. परमेश्वर को जो है कोई भी ऐसा खिला नहीं सकते हैं। ദൈവത്തെ മറച്ചു വെക്കാൻ, ദൈവത്തിന്റെ മുൻപിൽ ഒരു കാര്യവും മറച്ചു വെക്കാൻ പറ്റത്തില്ല. परमेश्वर के सामने कुछ भी हम छिपा के नहीं रख सकते ആ हैं। സ്ത്രീയുടെ ഉള്ളിൽ യേശുവിന്റെ കാൽക്കൽ ഈ തൈലം ഒഴിക്കണം എന്നുള്ള ചിന്ത വന്നിട്ട്, ഓ അത് വേണ്ട, അത്രയും വേണോ, എന്തിനാ യേശുവിനെ പോയി കാല് പിടിച്ച് പ്രാർത്ഥിച്ചാൽ മതി എന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ യേശുവിന് വിവരം അറിയാമായിരുന്നു, യേശു അതിൽ പ്രസാദിക്കത്തില്ലായിരുന്നു.
तो अगर तभी वो जाके पूरा देने के बजाय ओ इतना क्यों देना है, इतना यीशु मसीह को क्यों करना है करके अगर सोचती थी, कुछ करती थी, तो वहां पे यीशु मसीह को पता चल जाता था। ഇന്ന് നമ്മുടെ ഉള്ളിലൊക്കെയുള്ള എന്തെല്ലാം ചിന്തകളാ യേശു അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. आज हमारे अंदर की कितने सारी जो है बातें हैं जो यीशु मसीह जानते हैं। ആ പാസ്റ്റർമാര് പല കാര്യം അറിയുന്നില്ലെങ്കിലും യേശു എല്ലാ കാര്യവും അറിയുന്നുണ്ട്. पासवान कई लोग नहीं समझते हैं तो भी यीशु मसीह समझ जाते हैं। മറ്റുള്ളവരൊന്നും അറിയുന്നില്ലെങ്കിൽ യേശു നല്ലോണം നിങ്ങളുടെ ഹൃദയത്തെ റീഡ് ചെയ്യുന്നുണ്ട്. दूसरे लोग नहीं समझते हैं तो जो है यीशु मसीह वो अ, समझते हैं। അപ്പൊ അവൾ അതുകൊണ്ടാണ് ആ സ്വച്ഛ ജഡമാംസ തൈലം എന്ന് പറഞ്ഞാൽ ഇത്രയും വിലയേറിയ തൈലം കൊണ്ട് യേശുവിന്റെ കാൽക്കൽ ഒഴുക്കിയ അവളുടെ മുടി കൊണ്ട് തുടച്ചപ്പോൾ യേശു അതിൽ പ്രസാദിച്ചു, മറ്റുള്ളവർ കുറ്റം പറഞ്ഞു, അവളുടെ ജീവിതം മാറി മറിഞ്ഞു. तो वहां पर उसने ऐसे किया अपने पैर से ऐसा करने के समय वहां पर चाहे बाकी लोगों ने उसकी जो है बातों को गलत है करके बोला है, बाकी लोग कंप्लेंट दिया तो भी यीशु मसीह उसको देखा, यीशु मसीह ने उसके अनुसार उसको मदद किया। പത്രോസിന്റെ ചരിത്രം നോക്ക്. पतरस का ही इतिहास देखिए। ആ വലിയ സ്വത്തുള്ള വലിയ റിച്ച് മാൻ ഒന്നും ആയിരുന്നില്ല പത്രോസ്. तो वहां पे पतरस कोई बहुत ही बड़ा कोई अमीर व्यक्ति नहीं था। എങ്കിലും യേശുവിനെ അനുഗമിക്കാൻ തീരുമാനിച്ചപ്പോൾ അവന് സകലം ഉപേക്ഷിച്ചു. परंतु जब यीशु मसीह को उसने सोचा कि उनके ऐसा करने के लिए सब कुछ बदल गया। നാളെ എന്ത് സംഭവിക്കുമെന്ന് അവൻ ചിന്തിക്കാതെ യേശുവിന്റെ പുറകെ ഇറങ്ങി തിരിച്ചു. जो है कल क्या होगा करके जाने बिना ही वो यीशु मसीह के भी चले गए। നമുക്ക് പത്രോസിന്റെ ചരിത്രം അറിയാം. പത്രോസിനെ ദൈവം അധികമായി ഉപയോഗിച്ചു. तो वहाँ पे हम देखते हैं पतरस का भी हम देखते हैं कि वहाँ पे परमेश्वर ने पतरस को उपयोग किया। മുക്കുവനായിരുന്ന പത്രോസ് യേശുവിന്റെ ശിഷ്യന്മാരുടെ ക്യാപ്റ്റൻസി ഏൽപ്പിച്ചു കൊടുക്കണമെങ്കിൽ പ്രൈസലോട് അവനെടുത്ത തീരുമാനമാണ് അതിന്റെ ഏറ്റവും വലിയ കാര്യം. जो मछुआरा था पतरस, लेकिन वो अपने चेलों के बीच में मुख्य होने के जैसे किया है, तो मतलब उसने वैसे कार्य किया है, वैसे निर्णय लिया। നാം ഓരോരുത്തരും എടുക്കുന്ന തീരുമാനം നമ്മുടെ ജീവിതത്തിന്റെ ചരിത്രം മാറ്റിമറിക്കുന്നു. हम हर एक जन जो निर्णय लेते हैं उसके अनुसार हमारे जीवन के इतिहास बदलता है। പൗലോസിന്റെ ചരിത്രം നമുക്കറിയാം. पौलुस का ही देखिए। അന്നത്തെ കാലത്തെ ഏറ്റവും നമ്പർ വൺ റിച്ച് മാൻ ആയിരുന്നു പൗലോസ്. तो वहां पे उस समय में सबसे जो है अमीर व्यक्ति था पौलुस। എന്നാൽ അത് മുഴുവൻ അവന് വേസ്റ്റ് ആയിട്ട് ചപ്പും ചവറുമായി എണ്ണിയത് നിമിത്തം ഇന്നും നാം അവനെ പ്രസംഗിക്കുന്നു. परंतु वो आज भी जो है क्योंकि वो सब कुछ एक कचरा के समान समझा, इसीलिए आज भी उसके बारे में हम भाषण देते हैं। അവന്റെ ജീവിതം മാറി മറിയുവാൻ കാരണം അവനെടുത്ത തീരുമാനമാണ്. उसका जीवन बदलने का कारण जो है क्योंकि उसने लिया हुआ निर्णय है। കഴിഞ്ഞ ദിവസം ഞങ്ങള് വെസ്റ്റ് ബംഗാളിൽ പോയപ്പോൾ മദർ തെരേസയുടെ ഹെഡ് ക്വാർട്ടർ വിസിറ്റ് ചെയ്തു. तो हम जब पिछले दिनों में वेस्ट बंगाल जाने के समय वहां पे हमने मदर टेरेसा का जो देखा था। ഒരു സാധാരണ നേഴ്സ് ആയിരുന്നു മദർ തെരേസ. एक साधारण नर्स थी मदर टेरेसा। അനേക നൺസ്, ലക്ഷോപലക്ഷം നൺസ് ഈ ഇന്ത്യയിൽ ഉള്ളതുപോലെ മദർ തെരേസയും ഒരു ഒരു നൺ ആയ നേഴ്സ് ആയിരുന്നു. तो बहुत सारे नन है हमारे जो है भारत में, वैसी मदर टेरेसा भी एक नन थी। ഒരു ദിവസം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിടെ ഹൃദയത്തിലേക്ക് സംസാരിച്ചു. एक बार परमेश्वर की पवित्र आत्मा जो है उनसे बात की है। അനേക അനാഥരായ കുഞ്ഞുങ്ങളെ കണ്ടപ്പോൾ ഹൃദയത്തിൽ പറയുകയാണ്, ഈ ചെറിയവർക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുന്നതൊക്കെ എനിക്ക് വേണ്ടി ചെയ്തതായിട്ടാണ്. बहुत सारे अनाथ बच्चों से देखने के समय उन्होंने ये कहा, तुम ये छोटे को जैसा करते हो वैसे तुम मेरे साथ करते हो। ആ ചിന്തയുമായി ഒരു വർഷം പ്രാർത്ഥിച്ചുകൊണ്ട് നടന്നു. तो वही चिंता से वो प्रार्थना करते गई। ഒരു വർഷം കഴിഞ്ഞപ്പോൾ പോപ്പിൽ നിന്നും പെർമിഷൻ വാങ്ങിച്ച് പുതിയൊരു ട്രസ്റ്റ്, പുതിയൊരു ഒരു 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 വർക്ക് തുടങ്ങി. तो वो जो है पोप से जो है उसने बात की और उसने अपना काम जो शुरुआत किया। വളരെ സിമ്പിൾ ആയിട്ടൊരു ജീവിതശൈലിയായിരുന്നു മദർ തെരേസയുടെ. बहुत साधारण रीति से अपना जिंदगी किया था मदर टेरेसा ने। അവളുടെ തീരുമാനം വേൾഡ് മൊത്തം പ്രൈസലോട് വേൾഡ് മൊത്തം പ്രവർത്തനത്തിന് കാരണമായി. उनका जो काम है पूरी दुनिया जानी। എന്റെ ചിന്തയിൽ നോബൽ പ്രൈസ് കിട്ടത്തക്ക പ്രൈസലോട് കാര്യമാണ് ചെയ്തത്. क्योंकि वहां पे ऐसा काम किया कि उनको नोबेल प्राइज तक मिला। ഞങ്ങള് അവർ താമസിച്ച റൂം കണ്ടു. तो वहां पे उन्होंने जो रहे थे वो हमने रूम ഒരു देखा। 10 അടി നീളവും ഒരു 7 അടി വീതിയുമുള്ള ഒരു മുറിയാണ്. तो वहां पे जो बहुत बड़ा एक रूम हमने देखा। അതിനകത്തൊരു ചെറിയ കട്ടില്, ചെറിയ ദിവാൻ പോലൊരു കട്ടില്.
वो एक वहां पे उस रूम में एक छोटा सा एक खटिया भी देखा, ഒരു ഒരു ചെറിയ മേശ, एक छोटा सा निशा टेबल भी देखा। ടേബിൾ, ഒരു ചെറിയ സ്റ്റൂൾ ഇരിക്കാൻ, ഒരു ചെറിയ വലിയ ചെയറൊന്നുമില്ല. एक तो एक कोई बड़ा चेयर नहीं है, एक छोटा स्टूल भी है वहां पर है। ഇത്ര ചൂടേറിയ സാഹചര്യത്തിലും അവരുടെ അടുത്ത തീരുമാനം ഒരു ഫാൻ പോലും അവർ ജീവിതത്തിൽ ഉപയോഗിച്ചിട്ടില്ല. तो इतना गर्मी के समय भी उन्होंने जो निर्णय लिया एक फैन तक उपयोग ना करते हुए। നമുക്ക് ഫാൻ ഇല്ലെങ്കിൽ കംപ്ലൈന്റ് ഉണ്ട്, എ സി ഇല്ലെങ്കിൽ കംപ്ലൈന്റ് ഉണ്ട്, നമുക്ക് ജീവിതത്തിന് ഫെസിലിറ്റീസ് ഇല്ലെങ്കിൽ ഭയങ്കര കംപ്ലൈന്റാ. फैन नहीं है तो हम जो है कंप्लेंट करेंगे, एसी है तो कंप्लेंट करेंगे, हमारे जीवन में कई सारी बातें हमको जो चाहिए वो नहीं मिलता है तो हम कंप्लेन करते हैं। ഇത്ര വലിയ പ്രവർത്തനം ചെയ്ത മദർ തെരേസയുടെ റൂം ഒന്ന് പോയി കണ്ടപ്പോൾ എൻ്റെ ഹൃദയത്തിനകത്ത് എന്തെന്നില്ലാത്ത ചിന്തയുണ്ടായി. പക്ഷെ അത് ആ സ്ത്രീയുടെ, ആ മദറിന്റെ ഡിസിഷനാണത്. लेकिन वहां पे ऐसे देखने के समय ये ऐसा किया है करके, लेकिन उनका वो जो निर्णय है उन्होंने लिया है। അത് അവരുടെ ആ തീരുമാനം അവരുടെ ജീവിതത്തിന്റെ ചരിത്രത്തെ മാറ്റിമറിച്ചു. जो निर्णय उन्होंने लिया है वही उनकी जिंदगी को बदल दिया। പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്താന്ന് ചോദിച്ചാൽ, ഇപ്പോൾ 10ഉം 12ഉം ക്ലാസ്സുകളിൽ എക്സാം എഴുതിയിരിക്കുന്ന കുഞ്ഞുങ്ങളോട് നമ്മൾ പറഞ്ഞു കൊടുക്കണം, तो बोलने का मेरा उद्देश्य ये है कि अभी जो 10वीं और 11वीं 12वीं किया है उनको हमें बता के देना है, അവരെ ബോധവൽക്കരിക്കണം. उनको हमें समझाना है। വിവാഹം കഴിക്കുവാൻ തയ്യാറായിരിക്കുന്ന കുഞ്ഞുങ്ങളെ നാം ബോധവൽക്കരിക്കണം. जो बच्चे शादी के लिए तैयारी में है उनको भी हमें बताना है। വിദേശങ്ങളിൽ പോകുവാൻ തയ്യാറായിരിക്കുന്നവരെ നാം ബോധവൽക്കരിക്കണം. जो विदेश में जाने के लिए जो कर रहे हैं उनको हमें बताना है। ഓരോ തീരുമാനങ്ങൾ എടുത്താൽ അതിന്റെ അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കണം. हर एक निर्णय लेने के समय उसे कैसे करेगा तो क्या होगा, नहीं करेगा तो क्या होगा, हमें उनको समझाना है। എന്താണ് അതിന്റെ കോൺസിക്വൻസ് എന്നുള്ളത് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കണം. उसके बाद क्या होगा उसका परिणाम हम उनको बताना है। ഈ ചില സബ്ജക്റ്റ്, ചില പ്രൊഫഷൻസ് എടുത്താൽ ഒരു പക്ഷെ അത് ജോബ് ഓറിയന്റഡ് ആയിരിക്കത്തില്ല. कई बार कुछ जो है विषय लेने के समय हो सकता है कि उसमें काम मिलने वाला नहीं होगा, പിന്നീട് സർവൈവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ബുദ്ധിമുട്ടും. तो फिर बाद में आगे जाके जीने के लिए बहुत मुश्किल होगा। എന്റെ അഭിപ്രായത്തിൽ എപ്പോഴും ഒരു ജോബ് ഓറിയന്റഡ് പ്രൊഫഷൻ എടുക്കുന്നതായിരിക്കും കുഞ്ഞുങ്ങൾക്ക് നല്ലത്. तो मेरे हिसाब से जो बच्चे एक जो काम मिलेगा वैसा एक लेने का अच्छा रहता है। ആ സുവിശേഷ വേല ചെയ്യുവാനും അത് പ്രയോജനപ്പെടും. तो वो आगे जाके वचन जो सेवकाई करने के लिए भी आसान रहेगा। നമ്മൾ ഓരോരുത്തരോട് സംസാരിക്കുമ്പോൾ ഓരോ നിലയിലുള്ള അഭിപ്രായങ്ങളാണ് പറയുന്നത്. ചിലർക്ക് ബൈബിൾ സ്കൂളിൽ പോകണം, जैसे कुछ लोगों को बाइबल स्कूल जाने का इच्छा होता है, ചിലർക്ക് നേഴ്സ് ആകണം, कुछ लोगों को नर्स होना होता है, ചിലർക്ക് എഞ്ചിനീയർ ആകണം, कुछ लोगों को इंजीनियर होना है, ഡോക്ടർ ആകണം, डॉक्टर होना है, ചിലർക്ക് MSW എടുക്കണം, MSW लेना है, ചിലർക്ക് സൈക്കോളജി എടുക്കണം. किसी लोग को साइकोलॉजी लेना है। ഇങ്ങനെ ഡിഫറൻസ് ആയിട്ടുള്ള അവരുടെ ചിന്താഗതിയാണ്. ऐसे अलग अलग उनकी चिंताएं हैं। നമുക്ക് അതിനെ ആരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. वैसा हम उसको जो है गलत नहीं बोल सकते हैं। അത് അവരവരുടെ ചിന്തയാണ്, അവരവരുടെ തീരുമാനമാണ്, അവരവരുടെ ഫ്യൂച്ചറാണ്. तो वहां पे वो उनका निश्चय निर्णय है, उनका वो भविष्य है। എന്നാൽ ഗ്ലോബലി നമുക്ക് ഇന്ന് ഈ കാലത്ത് ഒരുപാട് പരിചയമുണ്ടല്ലോ. परंतु आज हम जो है बहुत सारे हमारे जो है परिचित लोग हैं, ആ വെബ്സൈറ്റിലൊക്കെ വളരെ നല്ല അഡ്വൈസ് നമുക്ക് കിട്ടുന്നുണ്ട്. वेबसाइट में से हम बहुत अच्छा वो लोग एडवाइस भी देते हैं। നമുക്ക് ലോക പരിചയമുള്ള ഇന്ന് ലോകത്ത് എന്തെല്ലാമാണ് നടക്കുന്നതെന്ന് നമുക്കറിയാൻ പറ്റും. आज दुनिया में क्या कुछ हो रहा है हम जान भी सकते हैं। അപ്പൊ ഇതെല്ലാം കൂടി ഇവാലുവേറ്റ് ചെയ്തിട്ട് നമ്മൾ ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ നമ്മുടെ ഫ്യൂച്ചറിന് ഒരു വിത്ത് വിതയ്ക്കുക എന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. तो हम जो है वो देख कर उसको समझ कर अगर हम जो है आगे जाके निर्णय लेते हैं तो वो सही होगा। അവരവരുടെ ഓരോരുത്തരുടെയും തീരുമാനത്തെ ഞാൻ ബഹുമാനിക്കുന്നു. तो उनका जो है निर्णय को मैं सम्मान करता हूँ। ഒരു റോങ് ഡിസിഷൻ എടുത്തിട്ട് മിഡിൽ റോഡിൽ വന്നിട്ട്, റോഡിന്റെ നടുക്ക് വന്നിട്ട് ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ എന്ന് നമ്മൾ നിലവിളിച്ചിട്ട് കാര്യമില്ല. एक गलत निर्णय लेने के बाद आधे रास्ते में आने के बाद अभी मैं क्या करना है करके नहीं पता करके बोल के रोने का कोई फायदा नहीं है। ചിലരോട് സംസാരിക്കുമ്പോൾ ചില പറയും ദൈവത്തിന് അങ്ങ് ചെയ്യാൻ പറ്റത്തില്ലയോ എന്ന്. तो कुछ लोग से बात करने से में ऐसा वो लोग बोलते हैं क्या परमिशन नहीं कर सकते हैं क्या? നിങ്ങളുടെ അടുത്ത തീരുമാനത്തിലാ ദൈവം പ്രവർത്തിക്കുന്നേ. तुमने किया हुआ निर्णय में जो है परमेश्वर काम करते हैं। ആ വൃക്ഷത്തിന്റെ ഫലം തിന്നാനും തിന്നാതിരിക്കാനും നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. वो वृक्ष का फल खाना नहीं खाना तुम्हारे पास उसका स्वतंत्र
ഏ- ഏ- आज़ादी है। ഏത് പ്രൊഫഷൻ എടുക്കാനും നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. कोई भी प्रोफ़ेशन लेने के लिए तुम्हें आज़ादी है। ചിലരോട് സംസാരിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ വിചാരിക്കുന്നത് ഈ സംസാരിക്കാൻ നമുക്ക് ഒന്നും അറിയത്തില്ല അതുകൊണ്ടായി പറയുന്നതെന്ന്. कुछ लोग से बात करने समय उनको लगता है क्या है, ये जो बात करने वाले को पता नहीं है इसीलिए ऐसा बोल रहे हैं। ചില കുഞ്ഞുങ്ങൾ പേരൻസിനോട് ചോദിക്കുന്നുണ്ട്, അപ്പോ ക്യാ മാലൂം ഹൈ, നിങ്ങൾക്ക് എന്തോ അറിയാമെന്ന്. तो कुछ बच्चे पेरेंट्स को पूछते हैं कि आपको क्या मालूम है? तुम्हें क्या पता है करके। എന്നാൽ നിങ്ങൾ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കണം, പേരൻസിന്റെ ഇത്രയും നാളത്തെ ജീവിതവും ലോകപരിചയവും ദൈവദാസന്മാരുടെ ഇത്രയും വർഷത്തെ ജീവിതവും ലോകപരിചയം വെച്ചാണ് നിങ്ങളെ അഡ്വൈസ് ചെയ്യുന്നത്. लेकिन जो है बच्चे समझना है कि उनके जो है इतना अनुभव की वजह से जो है बता रहे हैं करके। അതുകൊണ്ട് ഇപ്പോൾ 10ലും 12ലും എക്സാം ചെയ്തിരിക്കുന്ന കുഞ്ഞുങ്ങളോട് നമ്മൾ എന്ത് ചെയ്യണം? വളരെ സീരിയസ് ആയിട്ട് അവരെ അഡ്വൈസ് ചെയ്യണം. तो इसे 10वीं 12वीं में जो पढ़ते हैं उनसे हमें बताना है, क्या बताना है एकदम जो है ध्यान से उनको बताना है कि क्या करना है करके। ഒരു ചെറിയ ഡിഗ്രി നമ്മൾ തീരുമാനം എടുക്കുന്നതിനകത്തൊരു ചെറിയ ഡൈവേഷൻ വന്നാൽ മതി, അത് ചെന്നെത്തുന്നത് വേറൊരു സ്ഥലത്തായിരിക്കും. क्योंकि छोटा सा भी कुछ गलती या फिर कुछ अलग हो जाता है तो वो किसी और में बदल जाएगा। അതുകൊണ്ട് പ്രോപ്പർ ഡിസിഷൻ എടുക്കാൻ ദൈവം കുഞ്ഞുങ്ങളെ ഇടയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. परंतु हम देखते हैं कि वहां पे एक सही डिसीजन लेने के समय वो मदद करता है। ഇതുപോലെയാണ് വിവാഹ സമയത്തെടുക്കുന്ന തീരുമാനം. तो वहां पे हम देखते हैं कि शादी के समय जो हम लेते हैं निर्णय, നമ്മൾ ഏത് നിലയിലുള്ള ഒരു വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു അത് നിങ്ങളുടെ ഹോൾ ലൈഫിനെ കൺട്രോൾ ചെയ്യുക. तो हम जो निर्णय लेते हैं वही आगे जाके हमारी पूरी जिंदगी को कंट्रोल करता है। ചിലപ്പോൾ അത് നമ്മൾ സന്തോഷിക്കുന്നു, ചിലപ്പോൾ പശ്ചാത്തപിക്കും. तो कभी कभार हम उससे खुश होते हैं, कभी पश्चाताप भी करते हैं। അപ്പോൾ അതും പ്രാർത്ഥനയോടെടുക്കുന്ന ഒരു തീരുമാനമാണ് ആവശ്യം. वो भी प्रार्थना के साथ लेना चाहिए करके है। നമ്മൾ അതായത് നമ്മുടെ ജീവിതത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നതാണ് നമ്മുടെ തീരുമാനം. क्योंकि हमारी जिंदगी में हम जो कुछ भी निर्णय लेते हैं वही फिर नियंत्रण करता है। പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് കുഞ്ഞുങ്ങളൊക്കെ ഓരോരുത്തരും ദൈവത്താൽ പ്രാർത്ഥിച്ച് ഒരു ഡിസിഷൻ എടുക്കാൻ ഇടയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. इसलिए मैं प्रार्थना करूंगा कि जो लोग बच्चे निर्णय लेते हैं वो प्रार्थना करके एक अच्छा निर्णय ले पाए। ഞാൻ ജോലി വിട്ട് കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങിയപ്പോൾ ഒരു ഡിസിഷൻ എടുത്തായിരുന്നു. मैं जब अपना काम छोड़ के परमेश्वर काम के लिए जब ये निर्णय लिया था तो मैंने लिया था। നിങ്ങളത് ശ്രദ്ധിച്ച് കേൾക്കണം. आप वो ध्यान से सुनिएगा। ഞാൻ പല തീരുമാനങ്ങൾ എടുത്തിൽ ഒരു തീരുമാനം ഇതായിരുന്നു. कई सारे निर्णयों में एक निर्णय ये था, സുവിശേഷ വേലയ്ക്കായിട്ട് എൻ്റെ കയ്യിൽ ആരെങ്കിലും എന്തെങ്കിലും തന്നാൽ അത് വ്യക്തിപരമായ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കത്തില്ല. अगर सेवकाई के नाम से कोई मेरे हाथ में कुछ देता है तो वो मैं अपने व्यक्तिगत जीवन में नहीं उपयोग करूंगा। നിങ്ങളോട് പറയട്ടെ, ഈ നിമിഷം വരെ അത് സമർപ്പണം സൂക്ഷിക്കാൻ കർത്താവ് ഇടയാക്കി. तो मैं आप लोग कहूँ कि जो है अभी तक परमेश्वर ने जो है वैसे ही करने के लिए मुझे सहायता किया है। മറ്റുള്ളവർ ഉപയോഗിച്ച വസ്ത്രം ഞാനും എൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളും ഉപയോഗിക്കേണ്ടി വന്നപ്പോൾ പോലും സുവിശേഷ വേലയ്ക്ക് കിട്ടിയ പൈസ ഞങ്ങൾ തുണി വാങ്ങിച്ചില്ല. जब ये दूसरे लोग पहना हुआ कपड़ा जो है वो हमें पहनना पड़ा, मुझे और मेरे मतलब उनको और उनके बच्चों को, तभी भी उन्होंने दूसरा जो है उस पैसे से दूसरा कुछ कपड़ा लेने के लिए उन्होंने किया। അത് മിഷൻ ഫീൽഡുകളിലും ടീം വർക്കിനും ഫിലിം കാണിക്കുന്നതിനും ഞങ്ങൾ ഉപയോഗിച്ചു. वो मिशन फील्ड के लिए पिक्चर ऐसे दिखाने के लिए वो सब में ही उन्होंने उपयोग किया। ഇന്ന് ഞങ്ങൾ താമസിക്കുന്ന വീട് ദൈവം ഞങ്ങളെ സൗജന്യമായിട്ട് തന്ന ടോട്ടലി ഫ്രീ തന്ന വീട്ടിൽ ഞങ്ങൾ താമസിക്കുന്നത്. आज अभी हम जी रहे जो रह रहे घर भी वो फ्री हमें दिया हुआ घर में हम रह रहे हैं। സുവിശേഷ വേലയ്ക്ക് കിട്ടിയ പൈസ കൊണ്ട് വാങ്ങിച്ചതല്ല. वो जो है हमने जो सेवकाई किया है उसके पैसे नहीं मिला है। ഞാൻ ഉപയോഗിക്കുന്ന കാറ് സുവിശേഷ വേലയ്ക്ക് കിട്ടിയ പൈസ എന്നുള്ളതല്ല, പിന്നെയോ ഞങ്ങൾ രാപകല് അധ്വാനിച്ച് കിട്ടുന്നതിൽ നിന്ന് ലോൺ എടുത്ത് വാങ്ങിച്ചതാണ്. तो वो देखते हैं कि जो है लोन लेके उन्होंने जो है वो गाड़ी वगैरह खरीदा है। ഇങ്ങനെയുള്ള ഭൗതികമായ യാതൊരു കാര്യങ്ങളും സുവിശേഷ വേലയിൽ നിന്ന് കിട്ടിയ പൈസ കൊണ്ട് ഞങ്ങൾ ചെയ്തിട്ടില്ല. ദൈവം അതിന് ഞങ്ങൾക്ക് വേറൊരു പ്രൊവിഷൻ ഒരുക്കി. तो ऐसे वो भौतिक रीति से जो कुछ लेना है उसके लिए हम जो हमें सेवकाई से मिल रहे वो उससे नहीं कर रहे, परंतु उसके लिए अलग एक प्रोफेशन भी लिया है। ഞാൻ ഈ പറയുന്നതിന് വിശദീകരണം ആവശ്യമുണ്ടെങ്കിൽ അതിന് സമയം ഒത്തിരി എടുക്കും. നിങ്ങൾ എന്നോട് പേഴ്സണലായിട്ട് ചോദിച്ചാൽ ഞാൻ വിശദീകരണം തരാം. तो अगर और व्याख्यान करके अगर बताना है और जो है करके तो उसके लिए अभी समय नहीं है, बाद में अगर आप लोग पूछोगे तो मैं बताऊंगा। അതുകൊണ്ട് ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ സൃഷ്ടിക്കാൻ തുടങ്ങി. इसलिए परमेश्वर जो है जीवन में अद्भुत काम करने लगे।
ഞങ്ങളുടെ ആ തീരുമാനം ദൈവം മാനിച്ചു. हमारा जो निर्णय है परमेश्वर ने उसको सम्मान किया। എനിക്ക് നിങ്ങളോട് പറയാനൊരു കാര്യം, आप लोगों से बोलने के लिए ര- एक बात ये है, പരസ്യമായിട്ടോ രഹസ്യമായിട്ടോ ദൈവത്തിന് ഉള്ളതൊന്നും നമ്മൾ പിടിച്ചു വെക്കരുത്. जो है जो परमेश्वर का है वो हम पकड़ के ना रखे। ദൈവത്തിനുള്ള ദൈവത്തിന്, പേഴ്സണലായിട്ട്. जो परमेश्वर के लिए परमेश्वर का, और जो पर्सनल है वो अपने अपने लिए। പ്രൈസലോട് അത് പ്രൈസ്. ഇന്ന് ഞാൻ നമ്മുടെ ഗോഡ്സ് മിഷനകത്ത് आज हमारे गॉड्स मिशन के अंदर ही ആരെങ്കിലും എൻ്റെ കയ്യിൽ എന്തെങ്കിലും തന്നിട്ടുള്ള അതിന്റെ 1000 മടങ്ങ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത് അസറ്റായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. तो जो उन्हें दिया है उसको 1000 गुना ऐसे करके बना के रखा है। പ്രൈസലോട് അതാണ് ഇന്നത്തെ നമ്മുടെ ചരിത്രം. वही आज हमारा इतिहास है। എന്തിനാ ഞാൻ പറഞ്ഞെന്നറിയാമോ? ये क्यों बताया मैंने, पता है? നാം എടുക്കുന്ന ഒരു ഡിസിഷൻ നാളുകൾ കഴിയുമ്പോൾ, വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ ചരിത്രം മാറ്റിമറിക്കുക. तो हम जो लेते हैं हर एक डिसीजन जो है वो हमारे जीवन को बदलता है। അതുകൊണ്ട് ദൈവത്താൽ പ്രോപ്പറായിട്ട് ഡിസിഷൻ എടുക്കാൻ ദൈവം നിങ്ങളെ ഇടയാക്കണം. इसीलिए परमेश्वर से जो है एकदम सही रीति से डिसीजन लेने के लिए तो परमेश्वर सहायता करे। ദൈവദാസന്മാരുടെ ഡിസിഷൻ ദൈവം മാനിക്കും. जो प्रभु के दास का जो निर्णय है परमेश्वर सम्मान करेंगे। നാം ദൈവസന്നിധിയില് സിൻസിയറായിട്ട് നിൽക്കുമെന്നുണ്ടെങ്കിൽ ദൈവം നമ്മളെ ഏൽപ്പിക്കും. अगर हम विश्वास योग्य होकर रहेंगे तो परमेश्वर करेंगे। അല്പത്തിൽ വിശ്വസ്തനെ ദൈവം അധികത്തിന് വിചാരകനാക്കും. जो छोटे विश्वस्त रहता है वो बड़े में अधिकारी बनता है। അപ്പൊ ദൈവദാസന്മാര് വിശ്വസ്തരായി നിൽക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. तो परमेश्वर चाहते हैं कि प्रभु के दास जो है विश्वस्त रहे। അതിൽ നിന്ന് നമ്മൾ ദൈവത്തെ ചൂഷണം ചെയ്യാൻ ശ്രമിച്ചാൽ അത് അബദ്ധമായി മാറും. वहाँ अगर परमेश्वर से लेने की कोशिश करेंगे तो वो जो है गड़बड़ हो जाएगा। അപ്പൊ ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ അഡ്വൈസ് ചെയ്യേണ്ടത്, आज हमारे बच्चों को हमें जो है जो देना है, നിങ്ങൾ എടുക്കുന്ന ഡിസിഷനാണ് നാളെ നിങ്ങളുടെ ഭാവിയെ നിയന്ത്രിക്കുന്നത്. तुम लेने वाले जो निर्णय है वही तुम्हारे भविष्य को बदलने वाला है। അത് പഠിക്കുന്ന കാര്യമായാലും പ്രൊഫഷൻ ആയാലും വിവാഹമാണെങ്കിലും വീട്, വാട്ട് എവർ ഇറ്റ് മേ ബി, ഇന്ന് നാം വിതയ്ക്കുന്ന വിത്താണ് നാളെ വലിയ വൃക്ഷമായി ഫലം നമുക്ക് തരുന്നത്. तो वो जो है चाहे वो पढ़ाई हो या काम हो या विवाह हो, जो कुछ भी तुम निर्णय अभी लेते हो वही आगे जाके होएगा। അതെ, ദാവീദ് എടുത്ത തീരുമാനം അവന്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. दावीद ने लिया हुआ निर्णय उसके जीवन को बदला है। സക്കായി യേശുവിനെ കാണാൻ എടുത്ത ചരിത്രം, തീരുമാനം അവന്റെ ചരിത്രം മാറ്റിമറിച്ചു. जक्कई जो है यीशु मसीह को देखने के लिए लिया हुआ निर्णय वो उसके जीवन को बदला है। ഓർപ്പ വിട്ടുപിരിഞ്ഞു പോയപ്പോൾ രൂത്തിന്റെ തീരുമാനം അവരുടെ ജീവിതത്തിന്റെ ചരിത്രം മാറ്റിമറിച്ചു. तो वहां पे हम देखते रूथ भी जो है उसके जीवन का जो है बदलाव लाया है। ആ കൊച്ചു ബാലൻ തന്റെ കയ്യിലുള്ളത് കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ അതൊരു വലിയ ഹിസ്റ്ററി ആയിട്ട് മാറി. वो छोटा बालक जब भी वो अपने हाथ दे दिया उसके पास जो था तो वो इतिहास बन गया। പത്രോസും പൗലോസുടെ തീരുമാനം അവരുടെ ജീവിതത്തിന്റെ ചരിത്രത്തെ മാറ്റിമറിച്ചു. तो पतरस और पौलुस के जीवन में जो निर्णय लिया वो भी बदल गया। മദർ തെരേസയുടെ തീരുമാനം ലോകമെമ്പാടും പ്രസിദ്ധമായി തീരുവാനിടയായി. जो मदर टेरेसा से लिया हुआ निर्णय है वो पूरी दुनिया में जो बदलाव हुआ है। എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നമുക്കൊരു തീരുമാനം എടുക്കാം. जो सुनने वाले भाइयों बहनों जो है हम एक निर्णय लेते हैं। നിങ്ങൾ ആരാണെന്നും എന്താണെന്നും നിങ്ങളുടെ വിദ്യാഭ്യാസം എന്താണെന്നും നിങ്ങളുടെ സാമ്പത്തിക ഭദ്രത എന്താണെന്നും കുടുംബ ചരിത്രമൊന്നും കർത്താവ് ചോദിക്കുന്നില്ല. നിങ്ങൾ തീരുമാനം എടുക്കാൻ തയ്യാറാണോ? तुम्हारा काम या तुम क्या है आरती की कुछ परमिशन नहीं देख रहे, तुम क्या निर्णय लेने तैयार हो? ആണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ ചരിത്രത്തെ മാറ്റിമറിക്കാൻ യേശു തയ്യാറായിട്ട് നിൽക്കുക. ऐसा है तो तुम्हारे जीवन को बदलाव लेने के लिए यीशु मसीह तैयारी से रहते हैं। ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. परमेश्वर इस वचन से तुम्हें आशीष दे। ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്കിത് മനസ്സിലായി എന്ന്. मैं आशा रखता हूँ कि तुम्हें समझ में आया। നിങ്ങളും നിങ്ങളുടെ കുഞ്ഞുങ്ങളും നിങ്ങളുടെ സഭയും അനുഗ്രഹിക്കപ്പെടാൻ ഇടയാകട്ടെ. तुम, तुम्हारे बच्चे, तुम्हारा जो है